നീ ഇത് എവിടെ പോയി കിടന്ന്? വീട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് നീ അവനോട് കറങ്ങി നടന്നോ? 1-2 രൂപയല്ല, 2 ലക്ഷം രൂപയാണ് പോയിക്കണേ. 2 ലക്ഷം രൂപ. എനിക്കൊന്നുമില്ല, എന്റെ മാമന്റെ തന്നെ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യണം. പോലീസ് പെട്ടിയെ കൊണ്ടുവരണതാണ് നല്ലത്. അതാകുമ്പോൾ വന്ന് മണപ്പിച്ച് കഴിഞ്ഞാൽ അപ്പൊ കളനെ പോക്കാൻ പറ്റും. എന്ത് ചെയ്യണം? ഏർപ്പാടുണ്ടാക്കട്ടാ? പിന്നെ അതിന് മുമ്പായിട്ട് ഈ പൈസ കണക്കുള്ളതാണോ ചോദിച്ചു മാമന്റെ അടുത്ത്. കണക്ക് കാണിക്കേണ്ടി വരും. ആലോചിച്ചാ പൈസ വരൂല. കേസും കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ നടപടി ഉണ്ടാക്കണം. ഇങ്ങോട്ട് നടന്നു വാടാ. ഇത് എടുത്തോണ്ട് പോയ ഏതവനായാലും ഗുണം പിടിക്കത്തില്ല. ഓ, അവന്റെ വരവ് നോക്കിയാണ് മമ്മൂട്ടി നടന്നു വരുമ്പോൾ ഒരു മ്യൂസിക്കും കൂടെ വെച്ചോളൂ അവന്. പിന്നെ അവന് വിഷമം കാണൂലേ? പൈസ പോയി കഴിഞ്ഞാൽ വിഷമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ വേണ്ടേ? പൈസ നോക്കി എടുക്കണ്ടേ? കള്ളനെ കണ്ടുപിടിക്കണേ പോലീസിനെ വിളിക്കണം. ഈ നിക്കണ എല്ലാരും കൂടെ പോയി നോക്കിയിട്ടാണ് ഇവിടെ വന്ന് നിക്കണത്. അത് ആ സ്ഥലത്ത് നീ പോയി നോക്കിയാൽ കിട്ടുമോ? ചിലപ്പോ ഈ കട്ടിലടിയിലോ അവൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ ചേട്ടാ. എന്താ ഇതിനൊരു പരിപാടി? ഇത് കണ്ടുപിടിക്കണ്ടേ? അവിടെ എല്ലാവരും നോക്കിയതാ. നീ പട്ടീനെ പൂച്ചനെ ആരെയാന്ന് വെച്ചാൽ വിളിക്കും. പോലീസ് പട്ടിയെ കൊണ്ടുവന്നാൽ ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാം. എന്തിന് പോലീസ് പട്ടിയുടെ കാര്യം? ഇതിന് പോലീസ് പട്ടി വേണം. കാരണം ഇത് ഒരു രീതിയിലും കുത്തിപ്പൊളിച്ചിട്ടില്ല, അലമാര തുറന്നിട്ടില്ല, ഒന്നും ചെയ്യാതുള്ള മോഷണമാണ്. എന്റെ അമ്പലിക്കുട്ടൻ ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ബെസ്റ്റ്. അയ്യോ, അവര് വലിയ വലിയ ആൾക്കാരെ വീട്ടിൽ മോഷണം നടന്നാലേ അവൻ വിളിക്കുള്ളൂ, അനങ്ങുള്ളൂ. നമ്മള് പാവങ്ങളല്ലേ. നിങ്ങൾ അതും ഇതും പറയാതെ ഒരു പോംവഴി കണ്ടുപിടിക്കുക. ആ മനുഷ്യനെ വലിച്ചു ചാവത്തേ ഉള്ളു കേട്ടാ. ഞാൻ ഒന്നുകൂടെ നോക്കാതെ. പിന്നെ എന്തിനത്? കണ്ട ആളിവിടെ നിക്കല്ലേ? ഞാൻ കണ്ടതാ. പൊക്കമുള്ള 2 പേര്, പൊക്കം കുറഞ്ഞ 2 പേര്, അവര് 2 പേരും മുണ്ടു കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ട് ഞാൻ കണ്ട, വ്യക്തമായിട്ട്. മുഖം മാത്രം ചെറുക്കാൻ കാണാത്തുള്ളൂ. സംഗതി ഇതെന്താന്ന് പറഞ്ഞാൽ ബംഗാളികളാണ്. ഇത് ടീം വർക്കാണ്. അവല്ല ബുദ്ധി അവർക്കേ ഉള്ളൂ ഇങ്ങനെയൊക്കെ മോഷ്ടിക്കാൻ. എന്റെ മോനെ, നീ പോലീസ് പട്ടീനെ വിളിക്കടാ, അല്ലാതെ നടക്കൂല്ലേ ഇത്. അത്രേ ഉള്ളൂ. പോലീസിന് പട്ടിയെ വിളിക്കും. ജമന്തി പറയുന്നേ ഏട്ടാ, ഒന്ന് വിളിക്കേട്ടാ. നിന്റെ ഫോൺ എവിടെ? അവ ഇനി മറ്റേ കളക്ടറുമായിട്ട് ആലോചിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ആലോചിച്ചിട്ട് എന്നാലും നമ്മുടെ കുടുംബത്തിൽ ഇത് ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. 1 രൂപ ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ടോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു വല്ലാത്ത സംഭവമായി. അതല്ലേ, അല്ലെങ്കിൽ ഓടൊന്നും പൊളിച്ചിട്ടില്ലല്ലോ. ഈ ഓട് പൊളിച്ചിട്ടില്ല, വാതില് തുറന്നു കിടപ്പില്ല, ഒന്നുമില്ല. ഇത് ഏതി കൂടി കയറി ഏതി കൂടി ഇറങ്ങിപ്പോയി. എന്തായാലും ഇതൊരു വല്ലാത്ത പോലീസുമായിട്ട് വരട്ടെ. ഞാനും അതാ പറയട്ടെ, പോലീസുമായിട്ട് വരട്ടെ. നിങ്ങളിങ്ങനെ കണ്ടതല്ലേ? പിന്നെ ഞാൻ വ്യക്തമായിട്ട് കണ്ടതല്ലേ. 4 പേരുണ്ടായിരുന്നു. അതല്ലടി വെണ്ണേ, ഞാൻ ആലോചിക്കുന്നത് ഒന്നും കുത്തി പൊളിക്കാതെ ഈ പൈസ എങ്ങനെ പോകും? എനിക്കും അതാ മനസ്സിലാവും. 2 പേരും മുണ്ടാ കൊടുത്തത്. പൈസ എന്ത് ചെയ്തു? കയ്യിലുണ്ടോ? എവിടെ? മുഴുവനുണ്ടോ? എടുക്കടേ, പറ്റിക്കൂല. എടുക്ക്. പെട്ടെന്ന് എടുക്ക്. പൈസ എൻ്റെ കൂടെ. പൊന്നാളി, ഇത്രയും റിസ്ക്കുള്ള പരിപാടിയാണെങ്കിൽ വേണ്ടായിരുന്നല്ലോ. ഞാൻ വേറെ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യുമായിരുന്നല്ലോ. സാരമില്ല. എന്നാലും എന്തോന്നടാ, ഇത് പാപ്പട എല്ലാം കൂടെ പ്രശ്നമായി. എടാ കനക, നീ പോലീസ് വന്നായനെ വിളിക്കണുണ്ടോ? വിളിക്കാടി. ഇതിങ്ങനെ ആലോചിച്ചിട്ട് നിന്നിട്ട് എന്താ കാര്യം? പൈസ പോയേക്കാന്ന് 2 ലക്ഷം രൂപ. ഓ, വിളിക്കാം. അച്ഛാ, പൈസ കിട്ടി അച്ഛാ. പൈസ കിട്ടി. ഞാൻ വെള്ളമായിട്ട് വന്നിട്ട് നോക്കിയപ്പോഴേ കട്ടിലിന്റെ സൈഡിൽ ഇല്ല, കെട്ട് പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ഇത് അവിടെ നോക്കണ്ടേ? നീ നോക്കിയായിരുന്നു.